Good afternoon, children. What are the terms we discussed in the lesson India and economic planning? What is meant by planning? Then which were the milestones in economic planning? Planning Commission aims at a 5-year plan perspective. The first 5-year plan and the second 5-year plan couldn't achieve the self-sufficiency in food, and there were the attempt to increase the agricultural production. That was Green Revolution. Then White Revolution related to the increasing production of milk and milk products. Blue Revolution, it aims at a progress in fisheries sector. Then we discussed the 5-year plans, its intervals and its objectives. Decentralized planning means power of planning and decision making are concentrated in different authorities. It is known as decentralized planning. The last term of this lesson is that Niti Aayog. Central government have called off the working of Planning Commission and replaced it with Niti Aayog. Okay. Central government എന്ത് ചെയ്തു? പ്ലാനിംഗ് കമ്മീഷന്റെ ആ ഫങ്ഷൻസ് പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് അതിനു പകരം പുതിയൊരു പ്രൊജക്റ്റ് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് നീതി ആയോഗ്. ഓക്കെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ കെയിം ഇൻ ടു ബീയിങ് ഓൺ 1st January 2015. എപ്പോഴാണ് വന്നത്? 1st January 2015. The chairman of Niti Aayog is always Prime Minister. ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. Now the vice chairman is Dr. Rajiv Kumar. ഓക്കെ. 5 വർഷം കൂടുമ്പോൾ ഇവർ മാറും, വൈസ് ചെയർമാൻ മാറും. പ്രൈം മിനിസ്റ്റർ ആരാ? നീതി ആയോഗിന്റെ ചെയർമാനാണ്. എപ്പോഴും നീതി ആയോഗിന്റെ ചെയർമാനാണ്. ഇസ് ഓൾവേസ് പ്രൈം മിനിസ്റ്റർ. പക്ഷെ വൈസ് ചെയർമാൻ എന്ത് ചെയ്യും? മാറും. ഇപ്പൊ ആരാണെന്നാ പറഞ്ഞ? ഡോക്ടർ രാജീവ് കുമാർ ഇസ് ദ വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്. The governing council of Niti Aayog consists of the chief ministers of all the state. എല്ലാ സ്റ്റേറ്റിലും ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. അതായത് നമ്മുടെ നീതി ആയോഗിന്റെ ഭരണകൂടം എന്ന് പറഞ്ഞാല്, ഗവേണിംഗ് കൗൺസിൽ എന്ന് പറഞ്ഞാല് അതിൽ ആരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞാൽ, ഒന്ന് ഓൾ ദ സ്റ്റേറ്റ്സ് ചീഫ് മിനിസ്റ്റേഴ്സ് മീൻസ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ ദി സ്റ്റേറ്റ്. ദെൻ ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, പുതുച്ചേരി, അവർക്കൊരു യൂണിയൻ ടെറിട്ടറീസിനൊക്കെ എന്തുണ്ടായിരിക്കും? ഒരു ലഫ്റ്റനന്റ് ഗവർണറും അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ എല്ലാ യൂണിയൻ ടെറിട്ടറീസിലെയും ലഫ്റ്റനന്റ് ഗവർണേഴ്സും എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഈ ഗവേണിംഗ് കൗൺസിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വൈസ് ചെയർമാൻ നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. Now I told you who is the vice chairman of Niti Aayog now, that is Dr. Rajiv Kumar. അല്ലേ? അപ്പൊ ഗവേണിംഗ് കൗൺസിലിൽ ആരൊക്കെ പെടുന്നുണ്ട്? The chief ministers of all the state, then lieutenant governors of the union territories and a vice chairman nominated by the prime minister. ഓക്കെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ആരൊക്കെ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ഗവേണിംഗ് കൗൺസിലിൽ ഉൾപ്പെടുന്ന. ഒന്ന് പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? ദാറ്റ് ഈസ് ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ്. പിന്നെയോ ഓൾ ദ സ്റ്റേറ്റ്സ് ചീഫ് മിനിസ്റ്റേഴ്സ്, എല്ലാ സ്റ്റേറ്റിലെയും ചീഫ് മിനിസ്റ്റേഴ്സ്. പിന്നെയോ ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ്. പിന്നെ ആരുണ്ടെന്ന് പറഞ്ഞു? ദ വൈസ് ചെയർമാൻ അപ്പോയിന്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ ഇസ് ഓൾവേസ് chairman. Okay, vice chairman is appointed by the chairman. In addition to this full members, there are 2 part-time members. Okay, and the 4 ex officio members and a chief executive officer. ഈ ഫുൾ ടൈം മെമ്പേഴ്സിന് പുറമെ, ഇൻ അഡീഷൻ ടു ദ ഫുൾ ടൈം മെമ്പേഴ്സ് ആരൊക്കെയാന്ന് പറഞ്ഞു? ഗവേണിംഗ് കൗൺസിലുള്ളത് ചെയർമാൻ ഉണ്ട്, വൈസ് ചെയർമാൻ ഉണ്ട്, അതുപോലെ തന്നെ ഓൾ ദ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ഇൻ അഡീഷൻ ടു ദിസ് ഫുൾ ടൈം മെമ്പേഴ്സ്, there are 2 part-time members and 4 ex officio members. ടെമ്പററി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ഈ പാർട്ട് ടൈം മെമ്പേഴ്സ് എന്ന് പറഞ്ഞാല് ആർ സെലക്ടഡ് ഫ്രം ദ ലീഡിംഗ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിപ്പോൾ ഉള്ള ലീഡിംഗ് യൂണിവേഴ്സിറ്റീസിന്റെയും അതുപോലെ തന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെയാണ് ഈ ടെമ്പററി മെമ്പേഴ്സിനെ അല്ലെ 2 പാർട്ട് ടൈം മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ എന്തുണ്ടെന്ന് പറഞ്ഞു? ദ പ്രൈം മിനിസ്റ്റർ ഡെപ്യൂട്ട്സ് 4 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആസ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. അതിന് പുറമെ 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ആരെ അപ്പോയിന്റ് ചെയ്യണതാണ്? പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്നതാണ്. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെയും ആരെ അപ്പോയിന്റ് ചെയ്യുന്നത് തന്നെയാണ്? അതും പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്നത് തന്നെയാണ്. In addition to full-time members, there are 2 part-time members. അത് എവിടുന്നാ പറഞ്ഞ? From the leading universities and research institution.
4 ex officio members ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ 4 ex officio members ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൽ നിന്ന് 4 ആൾക്കാരെ 4 ex officio members ആയിട്ട് നീതി ആയോഗിലേക്ക് തിരഞ്ഞെടുക്കും. അതുപോലെ തന്നെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. നോ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ appointed by the Prime Minister means chairman. All of you understood, I think. Aims of Niti Aayog. Which are the aims of Niti Aayog? First one is that to bring down the government's participation in industrial and service sectors. ഗവൺമെന്റിന്റെ പങ്കാളിത്തം എന്തിൽ ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ എന്തിലേക്ക് കൊണ്ടുവരിക? ദാറ്റ് ഈസ് ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടർ, മീൻസ് സെക്കൻഡറി സെക്ടർ ആൻഡ് tertiary sector. And the second aim of Niti Aayog is that to improve the agricultural production by practicing mixed farming. അല്ലേ? എന്താണ്? അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക. എന്ത് കൊണ്ടുവന്നിട്ടാണ്? മിക്സഡ് ഫാമിംഗ് കൊണ്ടുവന്നിട്ട്. മിക്സഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്സഡ് ആയിട്ടുള്ള കൃഷി, അല്ലേ? അതായത് ആദ്യം കപ്പ കൃഷി ചെയ്യുക, അത് വിളവെടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അടുത്ത് ചെയ്യുക, അങ്ങനെ മിക്സഡ് ഫാമിങ്ങിലൂടെ എന്ത് ചെയ്യുക? അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക. തേർഡ് പോയിന്റ് ഈസ് ദാറ്റ് ടു യൂട്ടിലൈസ് ദ സർവീസസ് ഓഫ് ദ ഡോമിനന്റ് മിഡിൽ ക്ലാസ് ഫോർ സസ്റ്റൈനബിൾ ഇക്കണോമിക് ഗ്രോത്ത്. ടു യൂസ് ദ സർവീസസ് ഓഫ് ദ ഡോമിനന്റ് മിഡിൽ ക്ലാസ്. വാട്ട് ഈസ് മീൻ ബൈ ഡോമിനന്റ് മിഡിൽ ക്ലാസ്? ഡോമിനന്റ് മിഡിൽ ക്ലാസ് മീൻസ് നമ്മുടെ സമൂഹത്തിലുള്ള ആവറേജ് ആയിട്ടുള്ള ആളുകൾ, അല്ലെ? മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാല് എന്നാ അധികം റിച്ചും അല്ല, എന്നാൽ അധികം പൂറും അല്ല, അങ്ങനത്തെ ആളുകള്. മിഡിൽ ക്ലാസ് ഫാമിലീസിന് എന്തിനു വേണ്ടിയിട്ട് സജ്ജമാക്കുക? ദാറ്റ് ഈസ് ടു ഫോർ സസ്റ്റൈനബിൾ ഇക്കണോമിക് ഗ്രോത്ത്. സുസ്ഥിരമായ വികസനത്തിന് വേണ്ടിയിട്ട് അവരുടെ സർവീസ് യൂസ് ചെയ്യുക. ഡോമിനന്റ് മിഡിൽ ക്ലാസിന്റെ സർവീസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ടു മേക്ക് യൂസ് ഓഫ് ദ സർവീസസ് ഓഫ് നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസ് ഫോർ ഇക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ ഗ്രോത്ത്. ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് യു ക്യാൻ സേ വൺ വേർഡ്, ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ഡിക്ഷണറി. LENCH, it is technological, I think. Okay. To make use of the services of the non-residential Indians for economic and technological growth. Non-residential Indians എന്ന് പറഞ്ഞാല് പ്രവാസികൾ, അല്ലെ? അവരുടെ സർവീസ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞത്? സാമ്പത്തികമായിട്ടും സാങ്കേതികപരമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ സർവീസസ് ഉപയോഗിക്കാം. അതുപോലെ ടു കൺവേർട്ട് ദ സിറ്റീസ് ഇൻ ടു സെക്യൂർ ലിവിംഗ് സെന്റേഴ്സ് ബൈ യൂസിങ് മോഡേൺ ടെക്നോളജി. സിറ്റീസിന് എന്ത് ചെയ്യാന്ന് പറഞ്ഞു? ടു കൺവേർട്ട് ദ സിറ്റീസ് ഇൻ ടു സെക്യൂർ ലിവിംഗ് സെന്റേഴ്സ്. സിറ്റീസിനെ നമുക്ക് സുരക്ഷിതരായിട്ട് ജീവിക്കാൻ, അല്ലെ സുരക്ഷാപരമായിട്ട് ജീവിക്കാനുള്ള സെന്റേഴ്സ് ആക്കിയിട്ട് മാറ്റാം. എങ്ങനെ? എന്തുപയോഗിച്ചിട്ട്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട്. അതുപോലെ തന്നെ ടു എക്വിപ്പ് ദ നാഷനെ എന്താ ചെയ്യുക? ഒരുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഒരുക്കേണ്ടത്? ദാറ്റ് ഈസ് ടു ഫേസ് ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷൻ, അല്ലെ? ഒരു വലിയൊരു മാറ്റത്തിന്, അല്ലെ ഒരു ആഗോള പരിവർത്തനത്തിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ മാർക്കറ്റ് ഫോഴ്സസിനനുസരിച്ച് മാറാനും. മാർക്കറ്റ് ഫോഴ്സസ് മീൻസ് ഡിമാൻഡ് ഫോർ ദ കമ്മോഡിറ്റി, അല്ലെ? അതിന്റെ അവൈലബിലിറ്റി എത്ര ഉണ്ട്, അതിന്റെ സപ്ലൈ എത്ര ഉണ്ട്, അങ്ങനെ മാർക്കറ്റ് ഫോഴ്സസ് മീൻസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നമ്മുടെ പ്രധാനത്തെയും ചോദനത്തെയും ആണ് എന്ത് പറയുന്നത്? മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയും. ഇക്കണോമിക്സിലൊരു ടേമാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. മത്തിക്ക് വില കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? മത്തിയുടെ ഡിമാൻഡ് കൂടും. ഇതാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. സോ the last point or the last aim of Niti Aayog is that to equip the nation to face the global transformation and market forces. Children, we can conclude the lesson India and economic planning. What is meant by planning? All of you know what is meant by planning. Planning is the preparation to achieve the economic objectives of the society by using available resources within the specific period of time. It is known as planning. Then which were the milestones in planning we discussed? 31 Karachi Conference, 38 National Planning Committee, 44 Bombay Plan, 48 First Industrial Policy, then Planning Commission. Objectives of the planning we discussed: equity, modernization, self-reliance and growth. These are the objectives of planning. Then we discussed about the Green Revolution and White Revolution. Green Revolution is related to increase the agricultural production, and White Revolution is related to the production of milk and milk products. Blue Revolution is related to the progress in fish and fisheries sector.
Then we discussed about the 5-year plans and its intervals. Decentralized planning, power of planning and decision making are concentrated in the hands of different authorities like Grama Panchayat, Block Panchayat and District Panchayats are known as decentralized planning. Niti Aayog. Niti Aayog came into being on 1st January 2015. Chairman is always Prime Minister. Vice Chairman is Dr. Rajiv Kumar. This much the conclusion of the lesson India and economic planning. Planning is essential for economic growth. All of you know that planning is essential for the economic growth or economic progress. Judicious use of the resources is possible through planning, isn't it? Judicious use of the resources is possible through planning. The aim of the planning is development. Then the Planning Commission was responsible for the planning in India. Then the 5-year plans have influenced the Indian economic growth. Decentralized planning ensures the participation of people in local development. The responsibility for planning in India now rests with the Niti Aayog. This much about our lesson India and economic planning.